നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴയ്ക്ക് അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ആരംഭിച്ച പുസ്തകോത്സവം രണ്ടാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തൊടുപുഴയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിൽ ദീപക് ശങ്കറിന്റെയും കെ മാത്യു സണ്ണിയുടെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നഴ്സുമാരുടെ അധിക തസ്തിക സൃഷ്ടിച്ച് ആവശ്യമായ നിയമനം നടത്താത്തത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി. തൊടുപുഴ നഗരത്തിൽ വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. തികച്ചും അശ്രദ്ധയോടെയുള്ള വാഹനക്കാരുടെ ചിരിപ്പായലാണ് ഇതുവരെ ഉണ്ടായ എല്ലാ അപകടങ്ങൾക്കും കാരണം. കോതമംഗലത്ത് കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തിയ ആന്റണി ജോൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയ്ക്ക് അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ആരംഭിച്ച പുസ്തകോത്സവം രണ്ടാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംസ്ഥാനത്തെ 40 പ്രമുഖ പ്രസാധകർ തങ്ങൾ പ്രസിദ്ധീകരിച്ച മുഴുവൻ പുസ്തകങ്ങളും 60ഓളം സ്റ്റാളുകളിലായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിവിധ വർക്ക്ഷോപ്പുകളും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ആരംഭിച്ച പുസ്തകോത്സവം രണ്ടാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഞാനിവിടെ ഡയറ്റിലെ സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയർ DLED സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ പുസ്തകത്തിന് വന്നതാണ്. ഞങ്ങൾ DLED സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിലബസിലുള്ളതും അല്ലാത്തതുമായ കുറേ പുസ്തകങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും വായിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ്. ഇപ്പം അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തൊടുപുഴ ഷെറോൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുസ്തകോത്സവത്തിൽ നമുക്കറിയാം, ഉള്ള കുട്ടികൾ എല്ലാവരും തന്നെ വായനയോട് ഒരു ഉത്സാഹം. അവരെല്ലാവരും യൂട്യൂബ് വഴിയാണ് എല്ലാം പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പുസ്തകോത്സവത്തിൽ നിരവധി സാഹിത്യകാരന്മാർ കവിത എഴുതിയവരും അതുപോലെ തന്നെ നോവലുകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെ നിരവധി ബുക്ക് സ്റ്റാളുകൾ ഇവിടെ സന്ദർശിക്കാൻ ഞങ്ങൾ സാധിച്ചു. അതിൽ ഒത്തിരി അറിവുകൾ നേടിയെടുക്കുന്നതിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുതിർന്നവർക്ക് PSC കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള 10,000-കണക്കിന് പുസ്തകങ്ങളാണ് ഈ സ്റ്റാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ അനുപമാൻ ലൈബ്രറിയുടെ ഭാരവാഹികൾ ഇന്ന് ഈ പുസ്തകം തിരഞ്ഞെടുക്കുവാൻ വന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഗ്രാൻറ്റിൻ്റെ മുഴുവൻ തുകയ്ക്കും ഞങ്ങൾ പുസ്തകം നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പുസ്തകോത്സവ നഗരിയിൽ എത്തിച്ചേർന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സംസ്ഥാനത്തെ 40 പ്രമുഖ പ്രസാധകർ തങ്ങൾ പ്രസിദ്ധീകരിച്ച മുഴുവൻ പുസ്തകങ്ങളും 60ഓളം സ്റ്റാളുകളിലായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ 250-ൽ പരം ലൈബ്രറികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഏറ്റവും പുതിയ പുസ്തകങ്ങൾ മേളയിലൂടെ തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിവിധ വർക്ക്ഷോപ്പുകളും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന പുസ്തകോത്സവത്തിൽ ദീപക് ശങ്കർ, മാത്യു സണ്ണി എന്നിവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ദീപക് ശങ്കറിന്റെ ജാജ്വല്യമാനം എന്ന പുസ്തകം സാഹിത്യകാരൻ VR സുധീഷ് ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം KM ബാബുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. മാത്യു സണ്ണി രചിച്ച ദാവീദിന്റെ പുസ്തകം എന്ന കൃതി പൂഗാസ ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രനും നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. തൊടുപുഴ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൽ ദീപക് ശങ്കർ, മാത്യു സണ്ണി എന്നിവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു.
പുതിയ യുവത്വത്തിൻ്റെ ആവിഷ്കാരമാണ്. ദാവീദിൻ്റെ പുസ്തകത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബൈബിളിലെ നമ്മളെന്നും ഓർമ്മിക്കുന്ന ദാവീദിൻ്റെ ഒരു പുതിയ അധ്യായം അവതരിപ്പിക്കുക. ദാവീദിന് മുമ്പും മലയാള സാഹിത്യം കണ്ടിട്ടുണ്ട്. സി ജെ തോമസിൻ്റെ പ്രശസ്തമായ നാടകത്തിൽ ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ള നാടകത്തിൽ ബൈബിളിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ബൈബിളിൻ്റെ മിത്തുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ പാരബിൾ സൃഷ്ടിക്കുകയാണ് മാത്യു സണ്ണി ദാവീദിൻ്റെ പുസ്തകത്തിൽ. ഈ നോവലിൻ്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ഭാഷയുടെ രീതിയാണ്. ദീപക് ശങ്കറിന്റെ ജാജ്വല്യമാനം എന്ന പുസ്തകം സാഹിത്യകാരൻ VR സുധീഷ് ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം KM ബാബുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. മാത്യു സണ്ണിക്കെ രചിച്ച ദാവീദിന്റെ പുസ്തകം എന്ന കൃതി സാഹിത്യകാരൻ VR സുധീഷ് ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ആചാരി, ജോർജ് അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നഴ്സുമാരുടെ അധിക തസ്തിക സൃഷ്ടിച്ച് ആവശ്യമായ നിയമനം നടത്താത്തത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി. അമിത ജോലിഭാരം കാരണം നഴ്സുമാർക്ക് കൃത്യസമയത്ത് അവധിയെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നഴ്സുമാരുടെ അധിക തസ്തിക സൃഷ്ടിച്ച് ആവശ്യമായ നിയമനം നടത്താത്തത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി. അമിത ജോലിഭാരം കാരണം നഴ്സുമാർക്ക് കൃത്യസമയത്ത് അവധിയെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. നഴ്സിംഗ് സൂപ്രണ്ട് തസ്തിക പോലും ഇവിടെയില്ല. 5 വർഷം മുമ്പാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത്. എന്നിട്ടും ഇതുവരെ നഴ്സിംഗ് സൂപ്രണ്ട് തസ്തിക സൃഷ്ടിക്കുവാൻ നടപടി ഉണ്ടായിട്ടില്ല. 6 രോഗികൾക്ക് ഒരു നഴ്സ് വേണമെന്നാണ് കണക്ക്. എന്നാൽ നിലവിൽ 50 രോഗികൾക്ക് ഒരു നഴ്സ് എന്ന നിലയിലാണ് ആശുപത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഏറെ ശ്രദ്ധ ആവശ്യമായ ICUവിൽ ഒരു രോഗിക്ക് ഒരു നഴ്സാണ് വേണ്ടത്. ഇവിടെയും സമാന സ്ഥിതി തന്നെയാണ്. ദിനംപ്രതി 750 രോഗികൾ എത്തുന്ന ജില്ലാ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. നഴ്സുമാരുടെ ഒഴിവ് നിലവിലുണ്ടെങ്കിലും തസ്തിക സൃഷ്ടിച്ച് ഒഴിവ് നികത്തപ്പെടുന്നില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിൽ വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. തികച്ചും അശ്രദ്ധയോടെയുള്ള വാഹനക്കാരുടെ ചീരിപ്പായലാണ് ഇതുവരെയുണ്ടായ എല്ലാ അപകടങ്ങൾക്കും കാരണം. ഈ വർഷം തൊടുപുഴ നഗരത്തിൽ മാത്രം 25 അപകടങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 2 പേർ മരിക്കുകയും 29 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും ബൈക്ക് യാത്രക്കാരാണെന്ന് അധികൃതർ പറയുന്നു. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. പരിശോധനകളും മറ്റും നടത്തുന്നുണ്ടെങ്കിലും തൊടുപുഴ നഗരത്തിൽ വാഹനാപകടങ്ങൾക്ക് കുറവില്ലെന്ന് അധികൃതർ. ഈ വർഷം 25 അപകടങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 2 പേർ മരിക്കുകയും 29 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും ബൈക്ക് യാത്രക്കാരാണെന്ന് അധികൃതർ പറയുന്നു. അമിതവേഗം, അശ്രദ്ധ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കൽ, മദ്യപിച്ച് വാഹനം ഓടിക്കൽ എന്നിവയാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ. എന്നാൽ ബോധവൽക്കരണം കൂടുതൽ വ്യാപിപ്പിക്കുന്നതോടൊപ്പം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി കൂടുതൽ ശക്തമാക്കിയാൽ മാത്രമേ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ സാധിക്കൂ. ഇടറോഡുകളിൽ നിന്ന് പ്രധാന റോഡിലേക്ക് വാഹനവുമായി കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടമലം നോക്കാതെ റോഡിലേക്ക് കയറുന്നത് അപകടത്തിന് കാരണമാകും. നഗരത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടങ്ങൾ വരുത്തുന്ന സംഭവങ്ങൾ ഒട്ടേറെയാണ്. ഇങ്ങനെ അലക്ഷ്യമായി റോഡിലേക്ക് കയറുന്നതിൽ 1ാം സ്ഥാനക്കാർ ഇരുചക്ര വാഹനങ്ങളാണ്. കാറും ഓട്ടോറിക്ഷയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കുവാനാകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലത്ത് കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി. ആന്റണി ജോൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലാൻഡ് റവന്യൂ തഹസിൽദാർ മായ M അധ്യക്ഷത വഹിച്ചു. മട്ടാഞ്ചേരി CCYM സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന VN പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന സൗജന്യ ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് 2024-25 കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം കാലം വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും ഉൾപ്പെടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ ഈ ക്യാമ്പ് ഉപകാരപ്രദമായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ വിവിധ തലങ്ങളിൽ ജീവിതവും അതിന് മുകളിലേക്കും ഒക്കെ
വിവിധ തലങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ നമുക്കറിയാം വലിയ ഇപ്പോൾ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇന്ന ജോലി എളുപ്പമുള്ളൊരു ജോലി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. പലപ്പോഴും പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ നമുക്ക് പലപ്പോഴും നമുക്കുള്ളൊരു പോരായ്മ നമ്മുടെ കുറവുകളെ സംബന്ധിച്ചാണ് പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് റവന്യൂ തഹസീൽദാർ മായ എം അധ്യക്ഷത വഹിച്ചു. മട്ടാഞ്ചേരി CCYM സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഹസീന VN പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സെന്റ് ജോർജ് സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി. വാർഡ് കൗൺസിലർ റിൻസ് ജോയി, PTA പ്രസിഡന്റ് സജി എപ്പോൾ, അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ TK എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രിൻസിപ്പൽ ബിജു ജോസഫ് സ്വാഗതവും കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ രാജേന്ദ്രൻ പോറ്റി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കോഴ വിവാദത്തെ തുടർന്ന് നൃത്ത മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഏതാനും നൃത്ത അധ്യാപകർ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശവും മൊബൈൽ വഴി നൽകിയ രേഖകളും പുറത്തുവന്നു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പ്രധാന സ്റ്റേജ് 1 നടത്തേണ്ടിയിരുന്ന 11 ഇനം നൃത്ത മത്സരങ്ങളാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത്. കട്ടപ്പന സ്വദേശിയായ ഒരു നൃത്താധ്യാപകൻ വിധികർത്താക്കളിൽ ചിലർക്ക് കോഴ വാഗ്ദാനം ചെയ്തുള്ള ശബ്ദ സന്ദേശവും മൊബൈൽ വഴി നൽകിയ രേഖകളും പുറത്തു വന്നത് വിവാദമായി. കേക്കാവോ? കേക്കാം, പറഞ്ഞോ. മാഷെ, 27-ാം തീയതി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ട് 27-ാം തീയതിക്കാര് പറയുക സോജുന, നയന, കവിത. കവിത കുഴപ്പമില്ല, കവിത കൺഫേം ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കവിത അമ്പാടി അല്ലേ? പിന്നെ 28-ാം തീയതി വിഷ്ണു, അമ്പാടി മാഷ് 2. പിന്നെ ആരെയാ വിഷ്ണു അവിടെ ഇടാൻ പറഞ്ഞ? പ്രീതി ടീച്ചർ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 28-ാം തീയതി ഞാനൊരു കാര്യം ചെയ്യട്ടെ, സൂസനെ എങ്ങോട്ട് കേറ്റട്ടെ? 29 കയറ്റിക്കോ? അല്ല, 28-ന്. 28 ഇപ്പൊ ഞങ്ങള് 4 പേരായില്ലേ? ഇല്ല, ജയശ്രീനെ എന്നാ ഒഴിവാക്കാം. ഓക്കെ. അരുണിമേനെ ഇങ്ങോട്ടിടാം സനികയ്ക്ക് പകരം. മറ്റുള്ള നൃത്താധ്യാപകർ ഇടപെട്ട് ഈ വിഷയം അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ തർക്കം അധികൃതർ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് നൃത്താധ്യാപകർ വഴങ്ങിയില്ല. ചില കുട്ടികളുടെ ചിത്രങ്ങൾ സഹിതം പ്രചരിപ്പിച്ച് ഇവർക്ക് അനുകൂലമായി മാർക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്യുന്ന രേഖകളാണ് ശബ്ദ സന്ദേശത്തോടൊപ്പം പുറത്തുവന്നത്. ഈ വിധികർത്താവിനെ ഒഴിവാക്കി മാത്രമേ മത്സരം തുടരാൻ അനുവദിക്കൂ എന്ന് മറ്റ് അധ്യാപകർ പറഞ്ഞു. തുടർന്ന് അധികൃതർ ഇടപെട്ട് ഇത് 1ാം സ്റ്റേജിൽ നടത്തേണ്ടിയിരുന്ന 11 ഇനം നൃത്ത മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം ഈ മത്സരങ്ങൾ എന്ന് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടില്ല. മത്സരങ്ങൾ മുടങ്ങിയത് ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ദുരിതമായി. നിങ്ങളുടെ കൊച്ചാണെങ്കിലും ശരിയല്ലേ, 6 മണിക്കാ കൊച്ചി വന്ന് സ്റ്റേജ് മേക്കപ്പ് ഇട്ട് ഞാൻ വിളിച്ചോണ്ടിരാം. ഇവരൊക്കെ പറയാം, ഇവരെന്താ പറയുന്നത്, മത്സരം നിർത്തി വെച്ചു. എന്താ ആലോചിക്കണ്ടേ? ഈ മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന കൊച്ചു ഞങ്ങൾ 2 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പുറകിൽ കിടക്കുന്നത് 14-ാം സ്ഥാനത്താണ് ഇടുക്കി ജില്ല. മോണാക്ട്, നാടോടി നൃത്തം, ഓട്ടനുള്ള എല്ലാ വിഷയത്തിലും പുറകിൽ പോവാ. ഇവിടുന്ന് അപ്പീൽ കൊടുത്ത് പോകുന്ന കുട്ടികൾക്ക് A ഗ്രേഡ്, ഇവിടുന്ന് ഫസ്റ്റ് കിട്ടി പോകുന്ന കുട്ടികൾക്കെല്ലാം B ഗ്രേഡ് ആകുക. അപ്പീൽ കൊടുത്ത് പോകുന്നവർക്ക് A ഗ്രേഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഈ 14-ാം സ്ഥാനത്ത് അല്ലാണ്ട് ഇതുവരെ ഇടുക്കി ഒരു വയനാട് പോലും മുമ്പില്ല. ഇടുക്കി ഏറ്റവും പുറകിൽ. ഇവിടെ ഈ വന്നിരിക്കുന്ന ജഡ്ജസ് കോഴ മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും തെളിവ് കാണിക്കാം. എന്റെ സ്റ്റുഡന്റ് കളിക്കുന്ന ഐറ്റം, അതിന്റെ പേര് എഴുതിയിട്ട് അത് തട്ടണം എന്നാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ട എന്റെ കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ സഹിതമാണ് ഇട്ടേക്കുന്നത്. ഇത് ഒരൈറ്റം. ഈ ക്ലാസിക്കൽ ഐറ്റംസും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിര അടക്കമുള്ള എല്ലാ ഐറ്റംസിന്റെ അവസ്ഥ ഇതാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ സഹിതം. അപ്പൊ കുട്ടികളുടെ കോസ്റ്റ്യൂം അടക്കം ഇന്ന കോസ്റ്റ്യൂം ഇട്ടാണ് കാരണം അവർക്ക് ഫസ്റ്റ് കൊടുക്കുക. ഇനി ആരെങ്കിലും വൈരാഗ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടിടുക. പ്രത്യേകിച്ച് ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന കുട്ടികളായിരിക്കും. അവരുടെ ഐറ്റത്തിന്റെ പേര്, എൻ്റെ കുട്ടി കളിക്കുന്ന ഐറ്റത്തിന്റെ അവൾ മാത്രമായിട്ട് കളിക്കുന്നുള്ളൂ. അവർ എങ്ങനെ കിട്ടി? ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജില്ലാ കലോത്സവ വേദിയിൽ സഹായത്തിനായി ആർക്കും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് ജില്ലാ കലോത്സവ നഗരിയിൽ സജീവമായി. കലോത്സവ നഗരിയിൽ എത്തുന്നവരെ സഹായിക്കാൻ സദാ സന്നദ്ധരായ 50-ൽ പരം ആളുകളുടെ സേവനമാണ് അധ്യാപകരും PTA-യും ചേർന്ന് നേതൃത്വം നൽകുന്ന ഹെൽപ്പ് ഡെസ്ക് നൽകുന്നത്. കലോത്സവ നഗരിയിൽ പ്രധാന ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ പാർക്കിംഗ് സംബന്ധമായ സഹായം, 12 സ്റ്റേജുകളിലേക്കും ആവശ്യമായ സഹായങ്ങൾ, കുടിവെള്ളം, വൈദ്യസഹായം, പോലീസ് സഹായം, ജഡ്ജസിനുള്ള വാഹന സൗകര്യം തുടങ്ങി ആർക്ക് വേണമെങ്കിലും സഹായങ്ങൾക്കായി 24 മണിക്കൂറും സമീപിക്കാവുന്ന ഹെൽപ്പ് ഡെസ്ക് കലോത്സവത്തിനെത്തുന്നവർക്ക് സഹായകരമാണ്. കലോത്സവ വേദിയിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ സ്കൂളുകാരും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ സ്റ്റേജുകളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിനും
വളരെ കർത്തവ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആയിട്ട് പ്രവർത്തിക്കുന്നു. അധ്യാപകരായ KB ഗോപാലകൃഷ്ണൻ, PK ശ്രീകല, രേഖ ശ്രീപ്രഭ, ആശിഷ് രവി, പ്രവീൺ K മോഹൻ, TS ശ്രീജാമോൾ, MPT അംഗങ്ങളായ അനൂപ കൃഷ്ണൻ, മിനി ജെയിംസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തമിഴ്നാട് തേനി ജില്ലയിലെ കുമളിക്ക് സമീപം ഗൂഡല്ലൂരിൽ സർക്കാർ ബസ്സിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥി വീണ് പരിക്കേറ്റു. സംഭവത്തിൽ കൂടല്ലൂർ സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടല്ലൂർ രാജീവ് ഗാന്ധി നഗർ സ്വദേശി ബബ്ലുവിന്റെ മകൻ യുവരാജ് ആണ് ബസ്സിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവരാജ് തേനി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് തേനി ജില്ലയിലെ കുമളിക്ക് സമീപം കൂടല്ലൂരിലെ രാജീവ് ഗാന്ധി നഗർ സ്വദേശിയായ ബബ്ലുവിന്റെ മകൻ യുവരാജാണ് ബസ്സിൽ നിന്നും വീണത്. കൂടല്ലൂരിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബസ്സിൽ നിന്ന് വീണ യുവരാജ്. ഇന്നലെ കൂടല്ലൂർ പുതിയ ബസ് സ്റ്റേഷനിൽ നിന്ന് സർക്കാർ ടൗൺ ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോവുകയായിരുന്നു യുവരാജ്. ബസ് നിർത്തുന്നതിന് മുൻപ് സ്കൂളിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ യുവരാജ് ഇറങ്ങാൻ ശ്രമിച്ചു. തുടർന്ന് വിദ്യാർത്ഥിയായ യുവരാജ് ബസ് കോണിപ്പടിയിൽ നിന്ന് പെട്ടെന്ന് തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവരാജിനെ കമ്പം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി തേനി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ യുവരാജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കൂടല്ലൂർ സൗത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ഇന്നലെ സ്കൂളിന് മുന്നിലെ സർക്കാർ ബസ്സിൽ നിന്നും വിദ്യാർത്ഥി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. BBC ന്യൂസ്, കുമളി. പല്ലാരിമംഗലത്ത് NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയും കൂലി 600 രൂപയാക്കുക, 200 തൊഴിൽ ദിനങ്ങൾ നൽകുക, തൊഴിൽ സമയം 9 മുതൽ 4 വരെയാക്കുക, NMMS നിർത്തലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ പല്ലാരിമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് OE അബ്ബാസ്, സെക്രട്ടറി സീനത്ത് മെയ്ദീൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AA രമണൻ, റിയാസ് തുരുത്തേൽ, പഞ്ചായത്ത് അംഗം സഫിയ സലീം, MM ബക്കർ, ഷെരീഫ റഷീദ്, NS ഷിജീബ്, PM മുഹിയുദ്ദീൻ, KS ഷൌക്കത്ത് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുടിയേറ്റ കർഷകന്റെ ഭൂമിക്ക് പട്ടയം വൈകിപ്പിക്കുന്നത് കാരണവും വനം വകുപ്പിന്റെ ഉത്തരവ് മൂലവും കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് വണ്ണപ്പുറം പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം മുണ്ടൻമുടിയിൽ നടത്തിയ സമരപ്രഖ്യാപനവും വാഹനജാഥനയും പ്രഹസനമെന്ന് കേരള കോൺഗ്രസ് എം വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റി. കർഷകർക്ക് ദ്രോഹം ചെയ്യുന്ന 1980-ലെ വനനിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരാണ്. കുടിയേറ്റ കർഷകന്റെ ഭൂപ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷ സർക്കാർ 1960-ലെയും 64-ലെയും നിയമത്തിൽ 2021 കൊണ്ടുവന്ന ഭേദഗതി ബില്ല് വലിച്ചുകീറി കത്തിച്ച UDF നേതൃത്വത്തിന്റെ നടപടി കർഷക വിരുദ്ധ നിലപാടിന് ഉദാഹരണമാണെന്നും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് മാമല ആരോപിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ കുടിയേറ്റ കർഷകരെ പട്ടയ നടപടികൾ വൈകിപ്പിക്കുന്നു, വനം വകുപ്പിൻ്റെ ഉപദ്രവം എന്ന നിലയിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന സമരപ്രഖ്യാപനം വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ്. അതിന് കാരണം 1964-ലെ ഭൂനിയമം 2023 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ആ നിയമത്തിൽ ഭേദഗതി വരുത്തുകയും ഐകകണ്ഠേന പാസ്സാക്കിയ ആ ബില്ല് പിറ്റേ ദിവസം ഇവിടുത്തെ UDF നേതൃത്വം ഇടപെട്ട് വലിച്ചു കീറി കത്തിക്കാൻ ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്ത നേതാക്കന്മാരാണ് ഈ കർഷകരെ വഴിയിൽ വലിച്ചിറങ്ങിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ വണ്ണപ്പുറം പഞ്ചായത്തിലെ കുടിയേറ്റ കർഷകർ കൃത്യമായും തിരിച്ചറിയും. മറ്റൊരു കാര്യം, 1980-ലെ കേന്ദ്ര വന നിയമം, അത് ഒരു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമത്തിൽ 2023-ലെ ഭേദഗതി ബില്ലിൽ പറയുന്ന പ്രകാരം ഇവിടെയുള്ള കുടിയേറ്റ കർഷകർക്ക്
12/12/1996 മുൻപ് ഉള്ള മുഴുവൻ കുടിയേറ്റ കർഷകർക്കും പട്ടയം ലഭിക്കുമെന്ന നുണപ്രചാരണമാണ് ഇവർ നടത്തുന്നത്. 12/12/96 മുൻപ് ഏതെങ്കിലും ഒരു സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെ സർക്കാർ നോട്ടിഫൈ ചെയ്ത ഭൂമിക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കൂ എന്ന വസ്തുത നിലനിൽക്കെ ആ സത്യം ജനങ്ങളോട് പറയാതെ ഈ ജനങ്ങളെ വഴിയിൽ വിളിച്ചിറക്കി കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഓഗസ്റ്റ് 31 സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി മുമ്പാകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ അവതരിപ്പിക്കേണ്ട ഇടുക്കി MP ഉൾപ്പെടെ 19 MPമാരും നിഷ്ക്രിയത്വം പാലിക്കുകയും അവരിപ്പോൾ വാഹനം പോയതിനു ശേഷം ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങി നിന്ന് കൈ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ശ്രീ റോഷി അഗസ്റ്റിൻ മുഖാന്തരം കേരള കോൺഗ്രസ് എം നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ധരിപ്പിക്കുകയും എംപവേർഡ് കമ്മിറ്റി മുഖാന്തരം ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്തരം കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇവിടെ പട്ടയ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കുടിയേറ്റ കർഷകർ ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയം ജനങ്ങളോട് പറയാൻ തയ്യാറായത്. ഇനി കലാരംഗത്ത് വളർന്നു വരുന്ന ഒരു കൊച്ചു കലാകാരിയെ പരിചയപ്പെടാം. LKG മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ആൻനിയ സിബിയാണ് ആ കൊച്ചു കലാകാരി. രാമല്ലൂർ സേക്രഡ് ഹാർട്ട് LP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആൻനിയ സിബി പിണ്ടിമനയിൽ കേളംകുഴയ്ക്കൽ സിബി സാൽബി ദമ്പതികളുടെ മകളാണ്. LKG മുതൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കോതമംഗലം പിണ്ടിമനയിൽ കേളംകുഴയ്ക്കൽ സിബി സാൽവി ദമ്പതികളുടെ ഇളയ മകൾ രാമല്ലൂർ സേക്രഡ് ഹാർട്ട് LP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻനിയ സിബിയാണ് ആ കൊച്ചു കലാകാരി. പ്രസംഗം, കഥ, നാടോടി നൃത്തം, ഡാൻസ്, ചിത്രരചന തുടങ്ങിയവയിലാണ് ആൻലിയ കഴിവ് തെളിയിച്ചിട്ടുള്ളത്. 2024 കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ കഥാകഥനത്തിന് A ഗ്രേഡോടുകൂടി 2ാം സ്ഥാനം ലഭിച്ചു. സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗത്തിന് A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനവും കഥാകഥനം, നാടോടി നൃത്തം എന്നിവയ്ക്ക് A ഗ്രേഡോടുകൂടി 2ാം സ്ഥാനവും ലഭിച്ചു. മാതൃകാ ജീവിതം നയിച്ചൊരു കുട്ടിയായിരുന്നു. നസ്രത്തിലെ തിരുകുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നു വന്ന ഉണ്ണി യേശുവിനെ മാതൃക അനുകരിച്ച് മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം. വിശുദ്ധ കുർബാന അർപ്പണം, ജപമാല, സന്ധ്യാപ്രാർത്ഥന, സുഹൃത ജപങ്ങൾ എന്നീ ബാലപാഠങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അഭ്യസിക്കണം. സ്കൂൾ തല മത്സരം പോലെ തന്നെ ആത്മീയ മതരംഗത്തെ മത്സരങ്ങളിലും നിരവധി സമ്മാനങ്ങൾ ആൻലിയയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. CMC കാർമൽ പ്രൊവിൻസും CMAയും ചേർന്ന് അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ പ്രൊവിൻസ് തലത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും ഈ 1ാം ക്ലാസ്സുകാരി നേടി. എൻ്റെ പേര് ആൻനിയ സിബി. ഞാൻ പഠിക്കുന്നത് സേക്രഡ് ഹാർട്ട് LP സ്കൂൾ രാമല്ലൂരിലാണ്. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാട്ട്, നാടോടി നൃത്തം, ചിത്രം എല്ലാത്തിനും എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇതിനായി എന്നെ പഠിപ്പിക്കുന്നത് പപ്പയും അമ്മയുമാണ്. എന്നെ ഇതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് സേക്രഡ് ഹാർട്ട് LP സ്കൂളിലെ SM അനുജ സിസ്റ്ററും അധ്യാപകരുമാണ്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. മികച്ച ഒരു ഡാൻസർ ആവുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ആൻനിയ ഫെബ്രുവരിയിൽ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ്. മാതാപിതാക്കളോടൊപ്പം രാമല്ലൂർ സ്കൂളിലെ അധ്യാപകരും മികച്ച പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നതെന്ന് ആൻനിയ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിണ്ടിമന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയ്ക്ക് അറിവിന്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ആരംഭിച്ച പുസ്തകോത്സവം 2ാം ദിവസവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തൊടുപുഴയിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിൽ ദീപക് ശങ്കറിന്റെയും K. മാത്യു സണ്ണിയുടെയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നഴ്സുമാരുടെ അധിക തസ്തിക സൃഷ്ടിച്ച് ആവശ്യമായ നിയമനം നടത്താത്തത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി.
തൊടുപുഴ നഗരത്തിൽ വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. തികച്ചും അശ്രദ്ധയോടെയുള്ള വാഹനക്കാരുടെ ചിരിപ്പായലാണ് ഇതുവരെ ഉണ്ടായ എല്ലാ അപകടങ്ങൾക്കും കാരണം. കോതമംഗലത്ത് കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തിയ ആന്റണി ജോൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.